ഐ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വിചിത്ര സിൽക്കിൻ്റെ ക്ലോത്താണ് കേട്ടോ, മെയിൻ ക്ലോത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ക്ലോത്താണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഞാനിന്നൊരു ബോക്സ് പ്ലീറ്റിൻ്റെ ഫ്രോക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ മടക്കുന്നതെന്ന് നോക്കാം. ലൈനിങ് ഞാൻ വീതിക്ക് ആദ്യമേ രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കാം കേട്ടോ. വീതിക്ക് ഇത് രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതേ കണക്ക് വീതിക്ക് മടക്കി എടുത്തത് ഒന്നും കൂടി ഒന്ന് മടക്കി നാലാക്കാറുണ്ട്. വീതിക്ക് തന്നെ സെയിം ഒന്ന് ആദ്യം രണ്ടായിട്ട് മടക്കുക, പിന്നെ ഒന്നും കൂടെ അത് തന്നെ നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എനിക്ക് ഒരു സൈഡ് ഫോൾഡഡും രണ്ട് സൈഡ് ഓപ്പണും ആണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഫുള്ളും ഫോൾഡഡ് ആണ് കേട്ടോ. പിന്നെ മുകൾ ഭാഗം കണ്ടില്ലേ, നാലും ഓപ്പൺ ആണ്. ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ മടക്കി ഇട്ടിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് യോക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വരയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി അവിടെ വെച്ചിട്ട് എല്ലാം ഞാൻ ഇഞ്ചസിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് 13 ഇഞ്ചാണ് യോക്ക് ലെങ്ത്ത് വേണ്ടുന്നത്. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 14 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂടി 14 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എനിക്ക് 12 ഇഞ്ചാണ്. അപ്പോൾ 12ന് പകുതി കേട്ടോ. 12ന് പകുതി 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ 6 ഇഞ്ച് തന്നെ ഇതേ ആം ഹോളായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും 6 ഇഞ്ച് തന്നെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ആം ഹോളിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. പിന്നെ അതുപോലെ ഇനി ചെസ്റ്റാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെസ്റ്റ് എനിക്ക് 32 ആണ്. അപ്പം 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 8 കിട്ടും. പിന്നെ അതുപോലെ ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്നും കൂടി നമുക്കൊരു 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ വരച്ചില്ലേ, 6 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് അവിടെ നോക്കിയിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ട ആം ഹോൾ റൗണ്ടാണ് കേട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആം ഹോൾ 6 ഇഞ്ചല്ലേ നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 3 ഇഞ്ചും നമ്മൾ ചെസ്റ്റിൻ്റെ ലൂസും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1/2 ഇഞ്ച് ലൂസ് കൂടെ മാർക്ക് ചെയ്താൽ ആ ഒരു പോയിൻ്റ് ഇതുപോലെ മുട്ടി നിൽക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു റൗണ്ട് വരച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അളവ് നോക്കാം കേട്ടോ. ഒന്ന് അളന്ന് നോക്കണം നമ്മളെപ്പോഴും. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് ഞാൻ ഫസ്റ്റിൽ മാർക്ക് ചെയ്തു. 3/4 ഇഞ്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകും. പിന്നെ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേ നമുക്ക് ഈ ഒരു ലൂസ് കൂടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്യില്ല, അവിടെ വരെ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 6.5 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും എനിക്ക് 13 കിട്ടും. അപ്പോൾ ഞാൻ ആം ഹോൾ റൗണ്ട് എടുത്ത് വെച്ചിട്ടുള്ളത് 13 ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യട്ടോ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട്. അപ്പം 4 ഇഞ്ച് അറിയാത്തവർക്കായിട്ട് ഒന്ന് പറഞ്ഞുതരാം. അതേ 1, 2 കഴിഞ്ഞിട്ട് കാണുന്ന രണ്ടാമത്തെ ലൈനാണ് കേട്ടോ ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത്. 2ൻ്റെയും 1ൻ്റെയും വലിയ ലൈനില്ല, അത് കഴിഞ്ഞിട്ട് കാണുന്ന രണ്ടാമത്തെ ലൈനാണ് 4 ഇഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനാർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ്. അതേ നമ്മൾ ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലായിരുന്നു, അവിടെ അത് വെച്ചിട്ടാണ് കേട്ടോ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ആം ഹോളിനാണ് കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ ഇത്തിരി കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 4 ഇഞ്ചാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ ഇത് വെളിയിലോട്ട് പോകരുത്. നമ്മൾ ആ കറക്റ്റ് ലൈനിൽ എവിടെയാണോ നമ്മൾ കർവ് മുട്ടി നിൽക്കുന്നത് അവിടെ തൊട്ട് നമ്മളത് ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ലൂസും കൂടെ ചെസ്റ്റിൻ്റെ ലൂസും കൂടെ ചേർന്ന് നിന്നാൽ ലൈൻ വരെ വരണം. അത് രണ്ടും കൂടെ മുട്ടി ചേർത്ത് നമ്മളിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആം ഹോളും. എന്നിട്ട് ഇതേ വേസ്റ്റ് ആണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേസ്റ്റ് റൗണ്ട് 26 അപ്പോൾ 6 ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 6.5 വരും. പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തു. പിന്നെ ഒരു 1/2 ഇഞ്ചിനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഡാർട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് ചെറിയ ഡാർട്ട് അടിക്കുന്നുണ്ട്. ഞാനൊരു 1/2 ഇഞ്ച് ഡാർട്ടിന് വേണ്ടി ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ 1.5 ഇഞ്ച് ലൂസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചെസ്റ്റിൻ്റെ ലൂസും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ലൂസ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ആ പോയിന്റ് വന്നിട്ടുള്ളത്. പിന്നെ അതേ വേസ്റ്റ് റൗണ്ടിന് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ഫിനിഷിന് കിട്ടാനാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യോക്ക് പാർട്ട് രണ്ട് സൈഡിനും ചിലപ്പോൾ ഒന്ന് തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ എല്ലാം നമുക്ക് ആദ്യമേ ഒന്ന് അപ്പോഴത്തേക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യില്ല കേട്ടോ. ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ പിന്നീടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്ത് നമ്മൾ എടുത്ത ശേഷം പിന്നീട് നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം സെൻറ്റർ അറിയാൻ വേണ്ടി ചെറിയൊരു നോച്ചൂർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് ഫ്രണ്ട് പീസ് നല്ലോണം മുട്ട് പിൻസൊക്കെ കുത്തി വെച്ച ശേഷം ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ശേഷം നമുക്ക് ഇത് തന്നെ മെയിൻ പാർട്ടിൽ നിന്നൂടെ നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മെയിൻ പാർട്ട് ഞാൻ ഇതുപോലെ 4ആക്കി മടക്കിയിട്ടാണ് നമ്മൾ ലൈനിങ് ഇങ്ങനെ മടക്കിയിട്ട് അതുപോലെ വീതിക്ക് 4ആക്കി മടക്കിയിട്ടുണ്ട്. ഇത് മുകളിലൊരു സ്ട്രെയിറ്റ് ലൈനോടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
എല്ലാ തുണിയും ഒന്നിച്ചാക്കി സ്ലൈഡ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വയ്ക്കുന്നത് ബാക്ക് പാർട്ടാണ് കേട്ടോ. ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ല, യോക്കിൻ്റെ ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കൂട്ടിയാണ് കേട്ടോ ഞാൻ എപ്പോഴും വയ്ക്കുന്നത്, കാരണം നമുക്ക് തികയാതെ വരരുതല്ലോ. അതുകൊണ്ട് എന്നിട്ട് ഇതെല്ലാം മാർക്കിങ്സ് ഒന്ന് ചെയ്തെടുത്ത് നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടി ചെറിയൊരു കട്ട് കൂടെ ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നീട് ചെയ്യുന്ന ബോക്സ് പ്ലേറ്റിന് വേണ്ടിയുള്ള ക്ലോത്ത് ഇതുപോലെ നാലല്ല രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. നീളത്തിന് രണ്ടാക്കി മടക്കിയിട്ട് മോൾ ഭാഗം കണ്ടിലെ ഫോൾഡഡ് ആണ്, താഴെ എൻ്റെ സൈഡ് 2 ഓപ്പൺ ആണ് കേട്ടോ. എന്നിട്ട് 22 ഇഞ്ചാണ് എനിക്ക് ബോക്സ് പ്ലേറ്റിന് വേണ്ടി വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1.5 ഇഞ്ച് കൂട്ടി 23.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 22 എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്ത് 35 ആണ് കേട്ടോ ഫ്രോക്കിൻ്റെ. അതിൽ നിന്ന് യോക്ക് പാർട്ടിന് വേണ്ടി 13 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 22 വരും കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ 23.5 ഇങ്ങനെ നീളത്തിന് ഫുള്ള് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫുള്ള് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകൾ ഭാഗം ഫോൾഡർ അല്ലായിരുന്നു, ഫോൾഡറും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 2 പാർട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണമല്ലോ, അതിനുവേണ്ടി ഞാൻ അതോടെ ഒന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലൈനിങ്ങും അതുപോലെ തന്നെ മടക്കിയിട്ടുണ്ട്, കണ്ടില്ലേ, നീളത്തിന് 2 മടക്കിയിട്ടു. അപ്പം മുകൾ ഭാഗം ഫോൾഡറും എൻ്റെ വശം 2 ഓപ്പണാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ യോക്കിൽ മാർക്ക് ചെയ്ത വേസ്റ്റ് റൗണ്ട് ഇല്ലേ, അതൊന്ന് അളന്നെടുക്കാം. അതേപോലെ എനിക്ക് ഒരു സൈഡ് 2 മടക്കിയിട്ടേക്കാണ് ഞാൻ ബാക്ക് പാർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 9.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നിവർത്തിയിട്ട് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിവർത്തി ഇടുമ്പം ഇതാണ് കേട്ടോ ഒരു സൈഡിലെ യോക്ക് പാർട്ട് എന്ന് പറയുന്നത്. വേസ്റ്റ് റൗണ്ടാണ് ഞാൻ അളന്നെടുക്കുന്നത്. അപ്പോൾ എനിക്ക് 19 ഇഞ്ച് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ, ഒരു വശം എനിക്ക് 19 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 19ൻ്റെ 2 ഇരട്ടിയാണ് കേട്ടോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, വീതിക്ക് ഞാൻ ലൈനിങ്ങിന് മാർക്ക് ചെയ്തെടുക്കുന്നത് 19ൻ്റെ 2 ഇരട്ടിയാണ്. 19ൻ്റെ 2 ഇരട്ടി 38 വരും. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഓരോ സൈഡിലും 1 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് 40 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നീളം കൂടെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2ആയിട്ടാണ് ഇട്ടേക്കുന്നത്, 2 പാർട്ടിലേക്കും ആയിട്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട്. അപ്പോൾ നീളം നോക്കിയപ്പോൾ എനിക്കിവിടെ 20 ഇഞ്ച് കറക്റ്റ് ഇവിടെ 20.5 കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ 20.5 എനിക്ക് ടോട്ടൽ എനിക്ക് അത്രയും ഉള്ളൂ കേട്ടോ എൻ്റെ ലെങ്ത്. അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ എടുക്കുവാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. വീതിക്ക് ഇവിടെയാണ് എനിക്ക് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ താഴ്ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ. ഫോൾഡഡ് അല്ലേ, ഓപ്പൺ ആക്കി കൊടുക്കാം. നമുക്ക് 2 പീസ് കിട്ടും കേട്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആം ഹോൾ ഉണ്ട്, ബാക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ എനിക്ക് ബാക്ക് ആം ഹോൾ അളവെടുക്കുമ്പോൾ 9.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അര വേണ്ട, 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ പോകുമല്ലോ, അതുകൊണ്ട് എനിക്ക് 1/2 ഇഞ്ച് വേണ്ട കേട്ടോ, 9 ഇഞ്ച് മതി. അപ്പോൾ നമുക്ക് സ്ലീവ് വരുന്നത് ഇത് ഒരു ഭാഗമാണ് കേട്ടോ എനിക്ക് 9 ഇഞ്ച്. അപ്പോൾ 2 സൈഡൂടെ കൂടുമ്പോഴാണ് നമുക്ക് ആം ഹോൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ സ്ലീവിന് 2 സൈഡും വേണമല്ലോ. അപ്പോൾ 2 സൈഡോട് ചേർന്ന് 9 9 18 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ് സ്ലീവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കറക്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് കറക്റ്റ് വേ അല്ല, ഞാൻ ആദ്യമേ പറയാം, ഇതല്ല ശരിയായ രീതി. ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാണ് കേട്ടോ. എനിക്കിവിടെ വീതി മാത്രം 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, നീളം 14 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാപ് സ്ലീവ് ചെയ്യുമ്പോൾ എപ്പോഴും നീളവും വീതിയും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. 2 പീസ് ഉണ്ട് ഇത്, രണ്ട് സ്ലീവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കിയ ശേഷം ഇതുപോലെ മടക്കണം കേട്ടോ. വീണ്ടും ഒന്ന് കോണായിട്ട് മടക്കുക. എന്നിട്ടാണ് നമ്മൾ ക്യാപ് സ്ലീവിനെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ 2 പീസ് 2 സ്ലീവിലേക്ക് കണ്ടില്ലേ 2 പീസ് ഉണ്ട്, 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2ഉം 18 ഇഞ്ച് വേണം എനിക്ക് നീളം 14 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിന് ക്യാപ് സ്ലീവ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടില്ലേ, ആദ്യം ഒന്ന് ക്രോസ് ആക്കാം. പിന്നെ ഈ കോണിലും ആ കോണിലും കണ്ടില്ലേ ആ ഒരു സൈഡിലോട്ട് ഇതുപോലെ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ക്രോസ് ആക്കുക. കണ്ടില്ലേ, അപ്പോൾ എനിക്ക് ഇതുപോലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാപ് സ്ലീവിന് ഇങ്ങനെയാണ് എടുക്കുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിടാം കേട്ടോ. ഇതുപോലെ തിരിച്ച് എനിക്ക് മാർക്ക് ചെയ്യാവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ കിട്ടുമോ എന്നുള്ളത്. നമുക്ക് 9 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ 9 ഇഞ്ച് നമുക്ക് കറക്റ്റിന് കിട്ടുമോ എന്ന് നോക്കാം. എനിക്ക് അറിയില്ല കേട്ടോ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്താണ് കേട്ടോ. ആ സൈഡിൽ നിന്ന് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്നാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ എനിക്കൊരു 3 ഇഞ്ച് മതി കേട്ടോ ലെങ്ത്ത്. കാരണം എന്ന് വെച്ചാൽ 2.5 ഇഞ്ച് ഏറ്റവും ചെറിയ സ്ലീവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് 3 ഇഞ്ച് ഞാൻ അപ്പോൾ 1/2 ഇഞ്ച് മാത്രം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണ്ടേ, ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യാൻ മാത്രം ഒരു 1/2 ഇഞ്ച് മാത്രം നമുക്ക് മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ഞാൻ ഇങ്ങനെ ചരിച്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ചരിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് 3 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. കണ്ടില്ലേ, 1/2 ഇഞ്ച് മാത്രം മതി കേട്ടോ. 1/2 ഇഞ്ച് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാമല്ലോ. താഴ്ഭാഗത്ത് ഇതുപോലെ ഫുള്ളും ഇതായിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് മടക്കി അടിക്കാനുള്ള ഓപ്പണിംഗ് ഒന്നുമില്ല താഴ്ഭാഗത്ത്. അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 9 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് തന്നെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് തന്നെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ക്യാപ് സ്ലീവ് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കറക്റ്റ് മെത്തേഡ് എന്നാലും ഇതല്ല കേട്ടോ. കറക്റ്റ് മെത്തേഡ് നമുക്ക് നീളവും വീതിയൊക്കെ സെയിം ഒരു 18 ഇഞ്ച് തന്നെ വേണം കേട്ടോ. ആ 18 ഇഞ്ചുള്ള ക്ലോത്ത് തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, എന്നിട്ട് 2 ഇഞ്ച് 9ൻ്റെ പകുതി ഞാനൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇതൊന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം സെൻറ്ററിലോട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തില്ല അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ അവിടെ വെച്ചിട്ട് താഴത്തേക്ക് കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 പോയിൻ്റ് മുട്ടുന്നത് പോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റാം. അപ്പം നിങ്ങൾക്കിത് വയ്ക്കാൻ എളുപ്പം പാടാണെന്നുണ്ടെങ്കിൽ വരയില്ല അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ കർവ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇത് എനിക്കിവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്യാൻ കേട്ടോ. സ്ലീവ് ഓപ്പൺ റൗണ്ട് വരുന്നത് എനിക്കിവിടെ 10.5 ഇഞ്ചാണ് കേട്ടോ സ്ലീവ് ഓപ്പൺ റൗണ്ട് വരുന്നത്. അപ്പോൾ 10 ആകുമ്പോൾ തന്നെ 5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ആകുമ്പോൾ 5.25. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5.5 ഇഞ്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകളിൽ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സീം അലവൻസ് ഇട്ട പോയിൻ്റ് ഇല്ലേ, മുകളിൽ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടുപോയതാണ് മാർക്ക് ചെയ്യാനായിട്ട്. സാധാരണ അത് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ കർവ് വരച്ചെടുക്കുന്നത്. ഇന്ന് ഞാൻ വിട്ടുപോയി കേട്ടോ. എന്നിട്ട് നമുക്ക് അതുപോലെ ഞാൻ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അടിഭാഗമാണ് കേട്ടോ. ഇത് മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കും, അപ്പോൾ ഇത് താഴ്ഭാഗം ക്ലോസ്ഡും ആയിരിക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് ക്യാപ് സ്ലീവ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നീളവും വീതിയും കറക്റ്റായിട്ടുള്ള ക്ലോത്ത് എടുത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഒരു ക്യാപ് സ്ലീവ് ഇനി ഒന്നും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ.